സംസ്ഥാനത്ത് ഇന്നലെ രാത്രിയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാവിലെ 10:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാവിലെ BJP ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന അമിത്ഷാ സംസ്ഥാന കോർ കമ്മിറ്റിയിലും വൈകിട്ട് നേതൃയോഗത്തിലും പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾക്ക് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകും. വിവരങ്ങളുമായി S. ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇന്നലെ രാത്രി 10:30 കഴിഞ്ഞാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. ഇന്നൊരു ദിവസം തലസ്ഥാനമാകെ അമിത്ഷാ മയമാണ്. അതായത് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നു, അത് കഴിഞ്ഞ് ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കും, പിന്നെ കോർ കമ്മിറ്റി നേതൃയോഗം, അങ്ങനെ ഒരു ദിവസം നീളുന്ന സമഗ്രമായ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അല്ലേ? പ്രധാനപ്പെട്ട ദിവസമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒപ്പം തന്നെ BJPയുടെ മുതിർന്ന നേതാവ് അമിത്ഷാ തലസ്ഥാനത്ത് തുടരുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട 3 പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഒരു പൊതുപരിപാടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവരെ കുറച്ചുകൂടി ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെയായി നടക്കുന്ന ജനപ്രതിനിധി സമ്മേളനം അത് ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുകയാണ് തലസ്ഥാനത്ത്. സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികളും BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളും ഈ യോഗത്തിൽ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ആ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ ഏകദേശം 10:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമിത്ഷാ സന്ദർശനം നടത്തുന്നുണ്ട്. 2026 ആദ്യ സന്ദർശനമാണ് തലസ്ഥാനത്തേക്ക് അമിത്ഷാ നടത്തുന്നത്. കൂടാതെ തന്നെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അദ്ദേഹം മടങ്ങിയതിനു ശേഷം ഇത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ദർശനം ഇന്ന് അദ്ദേഹം നടത്തുകയാണ്. മുറജപം ഒക്കെ നടക്കുകയാണ്. അതിന്റെ അവസാന ജപത്തിലേക്കൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രം കടക്കുമ്പോൾ ആ മുറജപത്തിന്റെ ഭാഗമാകാൻ അവിടെ ക്ഷേത്ര ദർശനം നടത്താൻ രാവിലെ 10:30 അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. രാവിലെ ഈ പരിപാടിക്ക് ശേഷം, അതായത് 11 മണിയുടെ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷം വൈകിട്ട് മറ്റൊരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി കോർ കമ്മിറ്റി യോഗവും 5 മണിയോടുകൂടി നേതൃയോഗവും തലസ്ഥാനത്ത് BJP സംസ്ഥാന കാര്യാലയത്തിൽ ചേരുകയാണ്. അപ്പോൾ രണ്ടാം വരവാണ് സംസ്ഥാന കാര്യാലയത്തിലേക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന്റെ ഒരുക്കങ്ങൾ എല്ലാ മുന്നണികളും ആരംഭിച്ചിട്ടുണ്ട്. ആ ആരംഭിച്ച മുന്നൊരുക്കങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കങ്ങൾ ആദ്യം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച കൂടുതൽ സീറ്റുകൾ, ഒപ്പം തന്നെ വിജയം ഒക്കെ വലിയ രീതിയിൽ ആത്മവിശ്വാസം NDA ക്യാമ്പിന് നൽകുന്നുണ്ട്. ആ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്ക് അദ്ദേഹം തുടക്കമിടും. ഒപ്പം തന്നെ എന്തൊക്കെയാണ് BJPയുടെ മാനിഫെസ്റ്റോ, അല്ലെങ്കിൽ എന്താണ് BJP ജനങ്ങൾക്കായി 2026 കരുതി വെക്കുന്നത് എന്നതൊക്കെ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള അമിത്ഷാ ഇന്ന് തലസ്ഥാനത്ത് പറയുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനൊക്കെയായി കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം വിശ്രമിക്കുന്ന സ്വകാര്യ ഹോട്ടലിന് മുൻപിലാണ്. SPGയുടെയും ഒക്കെ തന്നെ പ്രത്യേക സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തലസ്ഥാനത്ത് അമിത്ഷായുടെ വരവ് മുൻനിർത്തി അദ്ദേഹം തലസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെയും ഇന്നും അദ്ദേഹം മടങ്ങിപ്പോകുന്ന രാത്രി 7 മണി വരെയും ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വരവായി തന്നെ നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം, കൂടാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെ വരവാണ് അമിത്ഷായുടേത്. കൂടാതെ തന്നെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയത്തു കൂടിയാണ് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം ഇന്ന് ജനങ്ങളോട്, ഒപ്പം തന്നെ അദ്ദേഹത്തിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കേരളത്തോട് പറയുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണ കവർച്ചയടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ആരോപണ വിധേയരായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇടത് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ, അഴിമതികളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അതിരൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ശബരിമലയിൽ അദ്ദേഹം
പ്രതികരണം നടത്തുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും രാഷ്ട്രീയമായി തന്നെ ഏറെ ഉറ്റുനോക്കുന്ന ഒരു വരവ് കൂടിയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തി. എന്തായാലും വിവിധ പരിപാടികൾ പങ്കെടുത്തുന്ന രാത്രി 7 മണിയോടുകൂടിയാണ് അദ്ദേഹം മടങ്ങുന്നത്. എന്തായാലും അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ. ഒപ്പം തന്നെ ആദ്യം ക്ഷേത്ര ദർശനം, അത് കഴിഞ്ഞാലാണ് രാഷ്ട്രീയ പരിപാടികൾ വരുന്നത്. നോക്കൂ, 50 സീറ്റുകൾ നേടി മേയർ സ്ഥാനം സ്വന്തമാക്കി BJPയുടെ നഗരഭരണം സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ അമിത്ഷാ വരികയാണ്. BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇത് പറഞ്ഞതാണ്. അമിത്ഷാ വരും, പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും, നമ്മുടെ നഗരത്തിൻ്റെ വികസന രേഖ അവതരിപ്പിക്കും എന്ന്. കൃത്യമായ ചിട്ടയായ ഒരുക്കങ്ങൾ, അത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആലസ്യത്തിലേക്ക് പോകാതെ അലസമായിരിക്കാതെ ആർജവത്തോടെ വളരെ സജീവമായി BJP ഇതാ വരുന്നു സംസ്ഥാന ഭരണം പിടിക്കാൻ, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾക്കായി എന്ന് തോന്നിപ്പിക്കുന്ന കൃത്യമായ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയല്ലേ ഇത്? കൃഷ്ണരാജ്, തീർച്ചയായും അത് തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ഒരു കൗണ്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ കേന്ദ്രം എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും BJP സജ്ജീകരിച്ചിരുന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂറും സെക്കൻഡും ഒക്കെ വിലയിരുത്തിക്കൊണ്ടായിരുന്നു അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അനന്തപുരിയിലടക്കം BJP സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വം ഒക്കെ പ്രവർത്തനം നടത്തിയത്. ചിട്ടയായ പ്രവർത്തനമാണ്, അത് വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായി തന്നെ സംസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഭരണം പിടിക്കുന്നത് എന്നതിന് അപ്പുറം ആളുകളിലേക്ക് വികസനം എത്തിക്കുക, ഒപ്പം തന്നെ ഇടത് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ, അഴിമതികളൊക്കെ ഓരോ ജനങ്ങളിലേക്കും എത്തിക്കുക, അത് തുറന്നു കാട്ടുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആദ്യത്തെ അജണ്ട വികസനമാണ്, അത് കേരളം മുഴുവനുമായി എത്തിക്കുക, ഒപ്പം തന്നെ വിശ്വാസ സംരക്ഷണവുമാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ. അത് ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ എന്താണ് BJP 2026 ജനങ്ങൾക്കായി കാത്തുവെച്ചിരിക്കുന്നത്, തയ്യാറെടുക്കുന്നത്, ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയും ചെയ്യും. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. ഒരുപക്ഷെ എല്ലാ മുന്നണികളും ഒരു ഭാഗത്ത് ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും പാർട്ടി വിടലും ഒക്കെ നടക്കുന്ന സമയത്താണ് എന്താണ് വികസനം, അതെങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തേണ്ടത്, വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാനായി ഒരു ഭാഗത്തൊരുങ്ങുമ്പോൾ വികസിത കേരളം എങ്ങനെ 2026 നമുക്ക് സാധ്യമാക്കാം എന്നുള്ള കൃത്യമായ അജണ്ട പറയാൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ 50 പൊൻതാമരകൾ വിരിയിച്ചതിന് ശേഷം തലസ്ഥാനത്തേക്ക് ആദ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ചെയ്യും. അപ്പോൾ ഇടതും വലതും മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെയായി ഏകദേശം 50 പേരാണ് ഇന്നിപ്പോൾ 50 നഗരസഭയിൽ നിന്നുള്ള 50 ജനപ്രതിനിധികൾ അമിത്ഷായ്ക്കൊപ്പം കാണും. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിജയിച്ച ജനപ്രതിനിധികളും ആ ജനപ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ആലസ്യം ഒന്നും കൂടണ്ട, വിജയിച്ചു എന്ന ആത്മവിശ്വാസം വെച്ചുകൊണ്ട് മാത്രം ഇനി മുന്നോട്ട് പോയാൽ പോരാ, കൃത്യമായി അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കാത്തിരിക്കുന്നത് ആ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിനാണ്. എന്താണ് അമിത്ഷായ്ക്ക്, അതായത് ഈ അമിത്ഷാ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ, ഈ വരവ് അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാ BJP നേതാക്കൾക്കും അറിയാം. എവിടെയൊക്കെ അമിത്ഷാ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അധികം വൈകാതെ ഭരണമെന്ന ചെങ്കോലേൽപ്പിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ BJP നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്?
കൃഷ്ണരാജ്, കൃത്യമായ ഒരു അജണ്ട അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചിട്ടയായുള്ള പ്രവർത്തനം, തമ്മിൽ തല്ലുകൂടാണ്ട്, തമ്മിൽ കടികൂടാണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ്, വികസനം ഉറപ്പാണ് എന്നുള്ള ഒരു സന്ദേശം അത് NDA നൽകുന്നുണ്ട്. അത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ വരവിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയമൊക്കെ മുന്നിൽ വന്നു. ഒപ്പം തന്നെ ഇനി തൊട്ടു പിന്നാലെ തന്നെ അല്പസമയത്തിനകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് കേരളത്തിൽ ചർച്ചയാകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും, എന്താണ് കേരളത്തിൽ വേണ്ടത്? ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരിച്ചു, അവരിലൂടെ എത്തിക്കാൻ കഴിയാത്ത പല പദ്ധതികളും പല സഹായങ്ങളും കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസം BJP ക്യാമ്പുകൾക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മെട്രോ പദ്ധതി അടക്കം തലസ്ഥാന ജില്ലയിൽ നടക്കാൻ പോകുന്നു. ഒപ്പം തന്നെ വിവിധ ട്രെയിനുകളുടെ സ്റ്റോപ്പേജ് അനുവദിക്കൽ, ഒപ്പം തന്നെ കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് അനുവദിക്കൽ, ഒപ്പം തന്നെ അമൃത് ഭാരത് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരുപാട് വികസന പദ്ധതികൾ കേരളത്തിലും സാധ്യമാക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ആ ഒരു ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് പറയാൻ BJPയുടെ മുതിർന്ന നേതാവ് കേന്ദ്രമന്ത്രി ആയിട്ടുള്ള അമിത് കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇടതും വലതും മാറി ഒരു മാറാത്തത് മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണം കേരളത്തിൽ വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം BJP ക്യാമ്പുകൾക്കുണ്ട്. അതിന് കുറച്ചുകൂടി ആത്മവിശ്വാസം പകരുന്ന വരവായി തന്നെ ഇന്നിപ്പോൾ അമിത്ഷായുടെ വരവിനെ കാണേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായി തന്നെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുണ്ടത്തിൽ വിഷയം വലിയ രീതിയിൽ തലവേദനയായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. കോൺഗ്രസിൽ നിന്ന് പല നേതാക്കന്മാരും പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു. അവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും തമ്മിൽ തല്ല് നടക്കുന്നൊരു സാഹചര്യം. CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശബരിമല വിഷയം അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായി നിയമസഭയിലും അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളത് CPM വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മിഷൻ 110 എന്ന പേരിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ഒരു മിഷനുമായി ഓരോ വീടുകൾ കയറാനായി CPM ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ അത് ഒരു ഭാഗത്ത് തലവേദനയായി നിൽക്കുകയും ചെയ്യുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേതാക്കന്മാർ പാർട്ടി വിട്ട് BJP-യിലേക്ക് അണിചേരുന്നു. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളും സീറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനന്തപുരിയിൽ രാവിലെ 10-10:30 മണിയോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അതിനുശേഷം BJP ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കും. പിന്നീട് കോർ കമ്മിറ്റി നേതൃയോഗം, അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ നഗരസഭാ ഭരണം പിടിച്ചതോടെ പ്രവർത്തനങ്ങൾക്ക് അനൗപചാരികമായ തുടക്കം കുറിച്ചുവെങ്കിൽ പോലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ കൃത്യമായ പദ്ധതിയിടലിൻ്റെ തുടക്കമാണ് ഇന്ന് അമിത്ഷാ BJPക്ക് നൽകുക എന്നുറപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി.